മനുഷ്യരുടെ രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും അവരുടെ കമ്മ്യൂണിറ്റിയും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാലുണ്ട്. രക്തം കുടിക്കാതെ ഇരുന്നാൽ അവർക്ക് തല ചുറ്റുകയും മൈഗ്രെയിൻ വരെ വരാറുണ്ടത്രേ. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രക്തം കഴിക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിലും സത്യമാണ്. കഥകളിൽ പറയും പോലെ മരണമില്ലാത്തവരോ അമാനുഷിക ശക്തിയുള്ളവരോ രാത്രി മാത്രം പുറത്തിറങ്ങുന്നവരോ അല്ലെങ്കിലും അതിജീവിക്കാൻ രക്തം കുടിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ ലോകത്തിൽ. രക്തം കുടിക്കുമ്പോൾ തങ്ങൾക്ക് ഒരുതരം ഊർജം ലഭിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. ആഴ്ചയിൽ 2-3 തവണ അവർ രക്തം കുടിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അവർക്ക് രക്തം ആവശ്യമായി വരുന്നതെന്ന് അവർക്കും അറിയില്ല. വാമ്പയർമാരെ കുറിച്ച് നമ്മൾ എല്ലാവരും ഒരുപാട് കെട്ടുകഥകൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ദി വാമ്പയർ ഡയറീസ് പോലുള്ള കൃതികൾ വായിച്ചിട്ടുണ്ടാകും. അതായത് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള പോലുള്ള ക്ലാസിക്കുകളോ മറ്റോ. എന്നാൽ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ള രാത്രിയുടെ ഇരുട്ടിൽ രക്തം ഊറ്റി കുടിക്കുന്ന വാമ്പയർ യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇത്തരത്തിൽ രക്തം കുടിക്കുന്നതിനെ ഒരു മെഡിക്കൽ അവസ്ഥയെയാണ് അവർ ന്യായീകരിക്കുന്നത്. ഈ അവസ്ഥയെ റെൻഫീൽഡ്സ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. റെൻഫീൽഡ് എന്നത് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയിൽ കഥാപാത്രത്തിന്റെ പേരാണ്. ആരോഗ്യവും ഊർജ്ജസ്വലതയും നിലനിർത്തുന്നതിനായി രക്തം കുടിക്കുന്ന പ്രവണതയാണിത്. രക്തം കുടിക്കുന്ന 5000 വാമ്പയർമാർ US-ൽ ഉണ്ടത്രേ. പറയുന്നത് വേറെ ആരുമല്ല, അവരിൽ തന്നെയുള്ള അറ്റ്ലാന്റ വാമ്പയർ അലയൻസ് ആണ് രക്തം കുടിക്കുന്നവർ US-ൽ ഉണ്ടെന്ന് സമ്മതിക്കുന്നത്. ഇതിനു പുറമെ 50ഓളം പേർ ന്യൂ ഓർലിയാൻസിലും താമസിക്കുന്നുണ്ടത്രേ. അവർ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ രക്തം കുടിക്കുന്നു. അതുകൊണ്ട് തന്നെ വാമ്പയർമാർ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. പ്രായപൂർത്തിയാകുമ്പോഴാണ് ഇവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. പലപ്പോഴും ശരീരത്തിലെ ഊർജം ചോർന്നു പോകുന്നത് പോലെ തങ്ങൾക്ക് തോന്നുമെന്നാണ് ഇവർ പറയുന്നത്. രക്തം കുടിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് പരിഹാരമാണെന്ന് മനസ്സിലാക്കുന്ന ഇവർ അതൊരു ശീലമാക്കുകയാണ്. അതുപോലെ രക്തം കിട്ടിയില്ലെങ്കിൽ തങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എല്ലാവരുടെ മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് ഇവർക്ക് രക്തം ലഭിക്കുന്നത് എന്നത്. ഉറ്റ സുഹൃത്തുക്കൾ ചിലപ്പോൾ സ്നേഹത്തിന്റെ പുറത്ത് ഇവർക്ക് രക്തം നൽകും. മറ്റു ചിലർ പണത്തിനോ ലൈംഗിക താല്പര്യങ്ങളുടെ പേരിലോ രക്തം നൽകും. ഇങ്ങനെ രക്തം നൽകുന്നവരെ അവർ ഡോണർ എന്ന് വിളിക്കുന്നു. ആഴ്ചയിൽ 2-3 പ്രാവശ്യം അവർ രക്തം സ്വീകരിക്കുന്നു. മിച്ചമുള്ള രക്തം പലപ്പോഴും ശീതീകരിക്കുകയും പിന്നീട് ചായ പോലുള്ള മറ്റു വസ്തുക്കളുമായി കലർത്തി കുടിക്കുകയും ചെയ്യുന്നു. ഈ ശീലമൊഴിച്ചാൽ മിക്കവരും സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. ഇവരുടെ ഇടയിൽ വസ്ത്രധാരണത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവരുമുണ്ട്. US-ൽ വളരെ ചെറിയ ഒരു സമൂഹം മാത്രമാണ് ഇങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ ഗവേഷണങ്ങളൊന്നും ഈ വിഷയത്തിൽ നടന്നിട്ടില്ലാത്തത്. ഇവരെ കളിയാക്കുന്നവരും അപമാനിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ അപമാനവും കളിയാക്കലുകളും ഭയന്ന് വാമ്പയർ കമ്മ്യൂണിറ്റിയിലെ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാരോട് പോലും പറയാൻ മടിക്കുന്നുവെന്നാണ് പറയുന്നത്. ഒരിക്കൽ രക്തം കുടിക്കാതെ 4 മാസം വരെ പോയെന്നും ഒടുവിൽ കുറഞ്ഞ ഹൃദയമിടിപ്പോടെ എമർജൻസി റൂം വരെ എത്തിയെന്നുമാണ് കൈനേഷ്യ എന്ന സ്ത്രീ BBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. രക്തം കഴിക്കുന്നത് ഒഴിവാക്കിയ സന്ദർഭത്തിൽ എഴുന്നേറ്റ് നടന്നപ്പോൾ തല ചുറ്റി, മൈഗ്രെയിൻ വന്നു, അവസാനം ബോധം കെട്ട് വീണുവെന്നും അവർ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പോലെ രക്തദാനം US-ൽ അനുവദനീയമാണ്. എന്നാൽ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രക്തം കുടിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഈ നിയമം ലംഘിച്ചാൽ 5 വർഷം വരെ തടവോ അല്ലെങ്കിൽ $5000 വരെ പിഴയോ ലഭിക്കും. ഇങ്ങനെയൊക്കെ ആണേലും രക്തം കുടിക്കാതെ ജീവൻ നിലനിർത്താൻ കഴിയാത്ത ഒരു സമൂഹം ഉണ്ട് എന്നത് ഇനി അത്ഭുതമായി കാണണ്ട.